ശരത്തേട്ട, ഒരേ കാര്യം തന്നെ നമുക്ക് ഒരേ സമയം ഒരു അലങ്കാരമാവുകയും ഒരു ബാധ്യതയാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ശരത്തേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഇത് വളരെ അന്വർത്ഥമാണ് എന്ന് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ വയലാറിൻ്റെ മകൻ എന്നുള്ള ആ ഒരു ലേബൽ, ഇത് ഒരു അലങ്കാരം തന്നെയാണ്. എവിടെ ചെന്നാലും പകുതി അംഗീകാരം അപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. ഇത് വയലാറിൻ്റെ മകനാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് തന്നെ പകുതി അംഗീകരിച്ചു കഴിഞ്ഞ ആൾക്കാർ. അത്രമാത്രമാണ് ആ മഹാനായ കവിയെ മലയാളികൾ സ്നേഹിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ വയലാറിൻ്റെ മകനിൽ നിന്നും ഓർഡിനറി ആയിട്ടുള്ളൊരു കാര്യമല്ല ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. ഓർഡിനറിക്ക് എബോവ് ആയിട്ടുള്ള സാധാരണ ഒരു കവിതയല്ല പ്രതീക്ഷിക്കുന്നത്. സാധാരണയിൽ കവിഞ്ഞുള്ള അച്ഛൻ്റെ കവിതയോട് അതിന് മേൽ നിൽക്കുന്നത് എന്നല്ല പറയുന്നതെങ്കിലും അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് ചേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വയലാർ രാമവർമ്മയുടെ പുത്രൻ എന്നുള്ളത് ഒരു അലങ്കാരമാകുന്ന സമയത്ത് തന്നെ അതൊരു ബാധ്യതയായിട്ടും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല. എന്താ കാര്യം വെച്ചാൽ, ഇപ്പം അത് ആദ്യം പറഞ്ഞ പോലെ വയലാറിൻ്റെ മകൻ എന്നുള്ള അലങ്കാരം അത് വളരെ വലുതാണ്. ഇപ്പം എന്നെ ഒരാൾ ഇത് ശരചന്ദ്രവർമ്മ പരിചയമില്ലാതെയുള്ളതോ ശരി, വയലാറിൻ്റെ മകൻ, അതാണ് വ്യത്യാസം. അത് നമ്മളെ ഒരിക്കലും കൊണ്ട്. പിന്നെ എനിക്ക് ബാധ്യതയില്ല എന്ന് പറയുന്ന കാര്യം, ഞാൻ ഒരിക്കലും അച്ഛനുമായിട്ട് എൻ്റെ ഒരു പാട്ട് ഞാൻ താരതമ്യം ചെയ്യില്ല. അച്ഛൻ എഴുതിയ കാലഘട്ടം, അച്ഛൻ എഴുതിയ കാലത്തെ മലയാളം, അച്ഛൻ എഴുതിയ കാലത്തെ മലയാളത്തിൻ്റെ മലയാളികൾ മലയാളത്തെ അംഗീകരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു. മാത്രമല്ല എഴുതാനുള്ള സർവ്വ സ്വാതന്ത്ര്യം അന്നത്തെ എഴുത്തുകാർക്കുണ്ടായിരുന്നു. എഴുതിയിട്ട് ട്യൂൺ ചെയ്തു. അപ്പോൾ വാക്കിന് ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കാം. ഇന്നിപ്പോൾ അച്ഛൻ്റെയൊക്കെ ഒരു പാണ്ഡിത്യവും എൻ്റെ പാണ്ഡിത്യവും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് തെറ്റാണ്. അത് വേറെ, അച്ഛൻ്റെ അനുഭവം ഒക്കെ വേറെ, അച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഒക്കെ വേറെയാണ്. ഇന്നതല്ല, ഇന്നെല്ലാം മാറി. ഇന്ന് നമ്മളുടെ മലയാളത്തിന് തന്നെ, മലയാളത്തെ മലയാളം പോലെ ആസ്വദിക്കുന്ന എത്ര പേര് ഉണ്ടെന്ന് തന്നെ അറിയാൻ വയ്യാത്ത അങ്ങനെ ഒരു എൻ്റെ ഞാൻ ജീവിക്കുന്ന, പ്രത്യേകിച്ച് വയലാറിൻ്റെ മകനായിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് രണ്ട് തലമുറയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി പാട്ട് എഴുതാൻ പറ്റും. പുതിയ ജനറേഷൻ, അത് പുതിയൊരു ലോകമാണ്. അവരെ നമുക്ക് വിടാൻ പറ്റില്ല. കാര്യം അവരാണ് സിനിമയുടെ അടുത്ത. എന്നാൽ പഴയ നല്ല പാട്ടുകൾ കേട്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു വലിയ തലമുറ പുറത്തുമുണ്ട്. ഈ രണ്ടുപേരെയും അവർക്കിടുന്ന ഇഷ്ടപ്പെടുന്ന പാട്ട് ഇവിടെ ഇഷ്ടപ്പെടത്തില്ല, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് അവിടെ ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ രണ്ടുപേരെയും ചീത്ത മേടിക്കാണ്ട് അതിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് പാട്ട് എഴുത്തുകാർക്ക് അങ്ങനെ വലിയൊരു ബാധ്യതയുണ്ട്. എനിക്കത് കൂടുതലാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു ജോലി എന്ന നിലയ്ക്ക് എനിക്ക് വിട്ടുവീഴ്ച ചെയ്തേ മതിയാവുള്ളൂ. അതോ ചെയ്യണം, സംവിധായകൻ പറയുന്നത് കേൾക്കണം, സംഗീത സംവിധായകൻ പറയുന്നത് കേൾക്കണം, പിന്നെ ഈ പറഞ്ഞ പുതിയ ജനറേഷൻ വേണ്ടുന്ന ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ഗാനരചയിതാവിന് ഒത്തിരി ഉത്തരവാദിത്തം കൂടില്ല. ഒന്നാമത് തന്നെ ട്യൂണിട്ട് എഴുതുക എന്നുള്ളത് തന്നെ. നമ്മുടെ സർവ്വ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ കയ്യിലും കാലിലും നാക്കിലും ഒക്കെ കൂച്ചുവിലങ്ങ് വന്നു കഴിഞ്ഞു. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് 5-10 പാട്ടെങ്കിലും ഇഷ്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കമ്പാരിസൺ ഒട്ടും വേണ്ട. വയലാർ ഞാനതുകൊണ്ട് എൻ്റെ പേര് കൊച്ചു വയലാർ എന്നാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമാണ്. കാര്യം പിന്നെ ഈ പറഞ്ഞ ഞാൻ സിനിമയിലേക്ക് എല്ലാവരും സിനിമയിലേക്ക് അന്വേഷിച്ച് പോകുന്നവന്, ഞാൻ സിനിമയിലേക്ക് ഒരിക്കലും അന്വേഷിച്ച് പോയിട്ടില്ല. എന്നെ സിനിമ എടുത്താണ്. അപ്പോൾ അങ്ങനെ എത്ര കാലം ഇത് നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. സിനിമ എന്ന് വേണ്ടെന്ന് വയ്ക്കുന്നത് നമ്മൾ പോയി. അങ്ങനെ വന്ന ഒരു ആ താല്പര്യത്തിലും ഈ നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ അച്ഛനെ ഓർത്ത് നമ്മൾ എല്ലാ പാട്ടും ചെയ്യുന്നത്. പക്ഷേ സന്ദർഭത്തിനും സാഹചര്യത്തിനും വേണ്ടുന്ന പാട്ട് എഴുതി കൊടുത്തില്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുകയുള്ളൂ. കാര്യം നമ്മൾ എഴുതുന്ന പാട്ട് ഇന്നതാകണം എന്ന് തീരുമാനിക്കുന്ന സംഗീത സംവിധായകനുമാണ്. അവർക്ക് വേണ്ടത് കൊടുത്ത് അവരാണ് ലോകത്തിലേക്ക് നമ്മുടെ പാട്ട് എത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാൻ ഇരുന്നാൽ ഞാൻ പേന തുറക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരിലൂടെ എനിക്ക് പ്രേക്ഷകരിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു കവിയാണെങ്കിൽ ആ പ്രശ്നമില്ല, എനിക്ക് നേരിട്ട് ആസ്വാദകരിലേക്ക് എത്താം. പക്ഷേ ഒരു ഇപ്പോഴത്തെ പാട്ട് എഴുതുകാരന് ഈ ഒരു ബാധ്യത കൂടുതലുണ്ട്. ഈ കൊച്ചു വയലാർന്ന് പേരിട്ടതിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് അത് വീണ്ടും മാറ്റി. എനിക്കില്ല, ഞാനത് ആഗ്രഹിച്ചത്, ഞാൻ ആദ്യമായിട്ട് ഇളയരാജ സാറെ കാണാൻ പോകുന്നു, വിനോദയാത്ര ചെയ്യും. അപ്പോൾ രാജ സാർ ഭയങ്കര ദേഷ്യക്കാരനാണ്, പാട്ടുകാരെയൊക്കെ അടിച്ച് ഇറക്കും എന്നൊക്കെ എനിക്ക് അന്നറിയുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ ചെന്ന് സത്യഞ്ഞോടും ചേട്ടാ എനിക്ക് അറിയില്ലല്ലോ, അതൊന്നും സാരില്ല ചേട്ടാ, ഞാനത് പറഞ്ഞ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിക്കൊള്ളാം. അപ്പോൾ ചെന്ന ഉടനെ പറഞ്ഞു വയലാറിന് പോയി. അപ്പോൾ അച്ഛനെ അറിയാം നന്നായിട്ട്. കാര്യം ദേവരാമാഷൂടെ രാജാ സാർ ഉണ്ടായിരുന്നു, ദേവരാമാഷയുടെ ഓർക്കസ്ട്ര ഗ്രൂപ്പിൽ. അങ്ങനെ അച്ഛനെ നല്ല പരിചയം. ഇങ്ങനെ ആദ്യം എന്നെ വിളിച്ചു, ചിന്ന വയലാർ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ചിന്ന വയലാർ എന്നുള്ള വെച്ചാൽ നമ്മൾ ആ ഒരു പേരിട്ടാൽ എനിക്ക് വയലാർ എന്നുള്ള ആ ഒരു നാമം കിടക്കുകയും ചെയ്യും. ഞാനിപ്പോൾ അഥവാ ഒരു വലിയൊരു പാട്ട് എഴുതാനാകുന്നിരിക്കട്ടെ, എന്നാലും ഞാൻ കൊച്ചു വയലാർ. അല്ലാണ്ട് വയലാറിൻ്റെ ഇപ്പോൾ ജെയിംസ് ബോണ്ട് മറ്റെങ്ങനെ കൊന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇയാൻ ഫ്ലെമിങ്ങിനാണല്ലോ അച്ഛൻ. പക്ഷേ ഇയാൻ ഫ്ലെമിങ്ങിനെ ആരും അറിയില്ല, ജെയിംസ് ബോണ്ടിനെ അറിയാം. അതുപോലെ ഞാൻ ആകുന്നു പ്രതീക്ഷയല്ല, അങ്ങനെ ഒരു വിചാരം പോലും എനിക്കില്ല കേട്ടോ. എങ്കിലും അങ്ങനെ ആയാൽ തന്നെ, അങ്ങനെ അങ്ങേരെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അന്നും കൊച്ചു വയലാറിൻ്റെ കുഞ്ഞു തന്നെ എന്നൊരു ബോധം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആ ഒരു പേര് ഇട്ടത്. പക്ഷേ ദാസേട്ടനെ വിളിച്ച് പറഞ്ഞു വേണ്ട, അച്ഛനിട്ട പേരാണ്, അത് മാറരുത്,
അതുകൊണ്ട് തന്നെ ആ കാലത്ത് വായിച്ച് ഓർക്കുന്നുണ്ട് കൊച്ചു വയലാർ അങ്ങനെ അതുകൊണ്ടാണ് ആ പേര്. പക്ഷെ എൻ്റെ ഇമെയിൽ ഐ ഡി അതാണ്, കൊച്ചു വയലാറാണ്. ശരി. ശ്രീ വയലാർ ശരചന്ദ്രവർമ്മയുമൊത്തുള്ള സംഗീതയാത്രയുടെ ആദ്യ ഭാഗം മാത്രമേ ഇവിടെ പൂർണ്ണമാവുന്നുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മോട് പറയുവാനുണ്ട്. നമുക്കും അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കേൾക്കുവാനുണ്ട്. ഒരുപാട് ഗാനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് വീണ്ടും കാതോർക്കാം അടുത്ത അധ്യായത്തിൽ. തൽക്കാലം വിടവാങ്ങുകയാണ്. അടുത്ത ഗീതാഞ്ജലിയുടെ എപ്പിസോഡുമായി വീണ്ടും കാണാം. നമസ്കാരം. അത് ജാനകിയമ്മ പാടിയപ്പോൾ ഒരു ദിവസം ഉണ്ടായത്, ആ അമ്പാടി തന്നെയല്ലേ ഉണ്ണിയെപ്പോലെ നീ കൊമ്പനാണെങ്കിലും കുഞ്ഞ്, കൊമ്പനാണല്ലോ ജാനകിയമ്മ പാടിയത് അങ്ങനെയാണ്. അമ്പാടി തന്നെയല്ലേ ഉണ്ണിയെപ്പോലെ നീ കൊച്ചനാണെങ്കിലും കൊമ്പന് കൊച്ചന്. ഞാൻ സൂര്യൻ ചാന്ത് ഉടഞ്ഞു നാണം പൊട്ടു തൊടുന്നു. ശരത്തെ നമുക്കൊരു കാര്യം ചെയ്യാലോ, ചാന്ത് ഉടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു നാണം തീരത്ത്. അങ്ങനെ ആക്കിയാൽ എന്താ? അപ്പൊ ചാന്ത് പൊട്ടു എന്നുള്ള ആ ചാന്ത് തുടങ്ങി പൊട്ട് ലാലേട്ടൻ്റെ തിരുത്തല. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു നാണം തീരത്ത്. പഴയ തലമുറയിൽ എത്രയോ പാട്ട് എഴുത്തുകാരുണ്ട്. അവരെന്തെന്നാ എഴുതാത്തത്? അവർക്ക് കഴിവില്ല അല്ല. ഇന്ന് വേണ്ടത് ഇങ്ങനത്തെ സൂത്രപ്പണിക്കാരെയാണ്, ഞങ്ങളെ പോലെ. ഹൃദയവും ഹൃദയവും ഉണരുമീ നിമിഷമായി. മെജോ ജോസഫിനെ കണ്ടിട്ടുണ്ട്, ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു നിഷ്കളങ്കനായ ആ ശരിക്കും മെജോയുടെ നിഷ്കളങ്കത്തോടല്ലോ അത് ഈ പാട്ടിൽ മുഴുവനുണ്ട്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ട.